ദുരന്തങ്ങൾ അത് എപ്പോഴും ക്ഷണിക്കപ്പെടാത്ത അതിഥികളായാണ് നമ്മളുടെ ജീവിതത്തിലെത്തുന്നത്. ഇപ്പോൾ നമ്മൾ ശബരിമലയിലെ ദുരന്തം, കടലുണ്ടി ആക്സിഡൻറ്റ്, ഇപ്പോൾ അതിനൊക്കെ അപ്പുറം നമ്മളിവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു വിഷയമായി നമ്മൾ കാണുന്ന ബോംബ് ബ്ലാസ്റ്റ്, അത് ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഇനി ഇത്തരം പല ദുരന്തങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ പറയുന്ന പോലെ ആളുകൾ നമ്മളെപ്പോഴും പലപ്പോഴും നമുക്ക് ഒട്ടനവധി ദുരന്ത നിവാരണത്തിൻ്റെ പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും പ്രാവർത്തികമാവാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു ട്രാജഡിയാണ്. ഇതിൽ ഒരു വേറെ ഇപ്പോൾ നമുക്ക് റോഡ് അപകടങ്ങൾ എന്ന് പറയുമ്പോൾ നിത്യേന നമ്മൾ കാണുന്നൊരു വിഷയമാണ്. അത് പ്രത്യേകിച്ച് അതിപ്പോൾ ഒരു വലിയ അപകടമാകുമ്പോൾ ഇപ്പോൾ 2 ബസ്സുകൾ തമ്മിൽ കൂട്ടിമുട്ടി എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 100 ആളെങ്കിലും അതിൽ പെടുന്നു. ഈ 100 ആളുകൾ പെടുമ്പോൾ ഇപ്പം ഞങ്ങൾ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ തലവൻ എന്നുള്ള രീതിയിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ 10-20 വർഷം മുമ്പ് അനുഭവിച്ചിരുന്ന അതേ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും അനുഭവിക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾ, ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 20 വർഷം മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. പാലക്കാട് പുഴയിലേക്ക് ബസ് മറിഞ്ഞിട്ട് ഒട്ടനവധി ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നൊരു സംഭവം ഉണ്ടായി. അന്ന് ഏറ്റവും ആദ്യം ആശുപത്രിയിൽ വന്നത് കരഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കുന്ന, അവിടെ ഇവിടെയൊക്കെ ചെറിയ മുറിവുകളുള്ള, ചെവിയിലും ഒന്നും ചോര വലിക്കുന്ന, അങ്ങനെയുള്ള ഒട്ടനവധി ആളുകൾ, കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ ആദ്യത്തെ 10-15 ജീപ്പിലെത്തുകയാണ്. ഈ ആളുകൾ ആശുപത്രിയിലെത്തുകയും അവരെ ചികിത്സിക്കുന്നതിലേക്ക് ആശുപത്രിയിലെ സംവിധാനം മുഴുവനെ മാറ്റപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ പിന്നീട് എത്തുന്നത് തീരെ അനക്കമില്ലാത്ത ഏതാനും ബോഡികൾ ഏതാനും ജീപ്പിലെത്തുന്നു. അതിന് പിന്നാലെ വളരെ സിവിയർലി ഇൻജേർഡായിട്ടുള്ള, കാലൊടിഞ്ഞ് സംസാരിക്കാൻ വയ്യാതെ ശ്വാസം തടസ്സം നേരിടുന്ന, നെഞ്ചിലും മറ്റും പരിക്കേറ്റിട്ടുള്ള ഏതാനും ആളുകൾ എത്തുന്നു. അപ്പോൾ ഇങ്ങനെ ആളുകൾ വരുമ്പോൾ ആദ്യമേ പരിക്ക് കുറഞ്ഞ ആളുകൾ ആദ്യം ആശുപത്രിയിൽ എത്തുന്നതുകൊണ്ട് ആശുപത്രിയുടെ സംവിധാനങ്ങൾ മുഴുവൻ അവരെ ചികിത്സിക്കുന്നതിലേക്ക് മാറുകയും, അതേസമയം ഏറ്റവും സിവിയർലി ഇൻജേർഡായിട്ട് അവസാനം എത്തിയ ആളുകളെ പലപ്പോഴും ആ ആശുപത്രി എടുക്കാൻ പറ്റാതെ മറ്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യേണ്ട രീതിയും വരുന്നു. ഇത് ഇപ്പോഴും 20 കൊല്ലത്തിന് ശേഷം ഇപ്പോഴും ഇതേ രീതിയിലാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്സിഡൻറ്റ് പറ്റുന്ന സ്പോട്ടിൽ തന്നെ പലപ്പോഴും ആദ്യം വരുന്ന വാഹനങ്ങളിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ അത്ര തന്നെ പരുക്കില്ലാത്ത ആളുകൾ ആദ്യം കയറി വരികയും, അതേസമയം അനങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് വാഹനം കിട്ടാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇത്തരം കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്കും പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾക്കും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ രോഗികളെ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകളെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ആശുപത്രിയിലേക്ക് വിടുകയാണെങ്കിൽ ഇത്തരം ഒരു അവസ്ഥാവിശേഷം നമ്മൾക്ക് മാറ്റാൻ പറ്റും. ഞാൻ ഈ സോർട്ട് ഔട്ട് ചെയ്ത് വിടുന്ന ഇത്തരം പ്രോസസ്സിന് നമ്മൾ പറയുന്നതാണ് ട്രയാജ് എന്ന് പറയുന്നത്. ഈ ട്രയാജിങ് എന്ന് പറഞ്ഞാൽ മിലിറ്ററിയിലും യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും, വലിയ ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലും, ദുരന്തങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയാണ്. ഇത് ചെയ്യാനുള്ള ചെറിയ ഒരു സൂത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത്തരം അപകടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസിലെ ആളുകളോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലെ ഒരാളോ നമ്മളൊരു പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം എടുത്ത് വളരെ സോളിഡായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട് പറയണം, ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞു, നിങ്ങളെ എല്ലാവരെയും കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, വാഹനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ ആളുകളെ നമ്മൾ കൺസോൾ ചെയ്യുകയും, അതിനുശേഷം ഇവർ പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ കൂട്ടത്തിൽ ഇപ്പോൾ അപകടം പറ്റുമ്പോൾ അവിടെ ആ ഏരിയയിൽ 10-50 ആളുകൾ ഒരുമിച്ച് കിടക്കുകയായിരിക്കും, ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒരു പബ്ലിക് അനൗൺസ് സിസ്റ്റത്തിലൂടെ ഈ കമാൻഡിങ് പവറുള്ള ആൾ പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ കൂട്ടത്തിൽ എണീറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാ ആളുകളെയും എണീറ്റ് നിൽക്കുക എന്ന് പറയുക. നാച്ചുറലി ആളുകൾ നമ്മളൊപ്പം വരാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ അവർ എണീറ്റ് നിൽക്കും. അപ്പോൾ അങ്ങനെ എണീറ്റ് നിൽക്കുന്ന ആളുകൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ എണീറ്റ് നിന്ന ആളുകളോട് പറയുക, നിങ്ങൾ എൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞ് അവരെ നമ്മൾ ആ ആക്സിഡൻറ്റ് സീനിൽ നിന്ന് കുറച്ച് മാറിയ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയും, അവരോട് സംവദിക്കാനായിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെ ഏൽപ്പിക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുക. ഇവിടെ ഈ പ്രിൻസിപ്പിൾ ഇവിടെ എന്താണ് ഈ പ്രിൻസിപ്പിൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലൊക്കെ തന്നെയും നമ്മൾ അരിച്ചു മാറ്റുന്ന പോലുള്ള, അരിപ്പ പോലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ അപകടം പറ്റിയ ആളുകളിൽ നിന്ന് എണീറ്റ് നിൽക്കാൻ പറ്റുന്ന ആളുകൾ നമ്മൾ എണീറ്റ് നിൽക്കുക എന്ന് പറയുമ്പോൾ, ആ എണീറ്റ് നിൽക്കുമ്പോൾ അവർക്ക് ആ കൂട്ടത്തിൽ അവർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റും, നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് മേജറായിട്ടുള്ള ഇഞ്ചുറീസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത്തരം ആളുകളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിലത്ത് കിടക്കുന്ന ആളുകൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായെങ്കിലും അവർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും ഇഞ്ചുറി ഉണ്ട്, ഫ്രാക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം ആളുകളെയാണ് നമ്മൾ പിന്നീട് ഏറ്റവും ആദ്യം നമ്മൾ കയറ്റി വിടേണ്ടത്. അപ്പോൾ ഇനി ഈ കൂട്ടത്തിൽ കിടക്കുന്ന, ഇപ്പോൾ യൂഷ്വലി ഈ ഒരു രീതിയിലൂടെ ഇപ്പോൾ 100 പേര് ആക്സിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ
80 ആളുകളെയും നമുക്ക് ഈ രീതിയിൽ അവിടുന്ന് മാറ്റി പിന്നെ 20 ആളുകൾ മാത്രമേ പിന്നെ സ്പോട്ടിലുണ്ടാവുകയുള്ളൂ. ഈ 20 ആളുകളിൽ ആരെയാണ് ആദ്യം മാറ്റേണ്ടത് എന്നറിയാൻ വേണ്ടി ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ചെറിയ പരിശീലനം മാത്രം മതി ഇത് ചെയ്യാനും. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ താഴെ കിടക്കുന്ന ഓരോ ആളുടെയും അടുത്ത് നമ്മൾ ചെന്ന് നോക്കിയിട്ട് അവർ ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കുക. ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ അവരെ ശ്വാസം തുറന്നു കൊടുക്കാനുള്ള ഇങ്ങനെ ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് എന്ന് പറയുന്ന ചെറിയ രീതിയുണ്ട്. അതിലൂടെ ചെറിയ രീതിയിൽ നമ്മൾ ഇങ്ങനെ ശ്വാസം തുറന്നു കൊടുക്കുക. അങ്ങനെ ശ്വാസം തുറന്നു കൊടുക്കുമ്പോൾ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവനുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഉടനെ തന്നെ അവരെ നമ്മൾ റെഡ് ടാഗ് കെട്ടി ഏറ്റവും ആദ്യത്തെ ആംബുലൻസിൽ ഏറ്റവും സൗകര്യമുള്ള വലിയ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുക. അപ്പോൾ അതല്ല, ഇങ്ങനെ നമ്മൾ ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് ചെയ്യുമ്പോഴും അയാൾ അനക്കമില്ലാതെ കിടക്കുകയാണെങ്കിൽ നമ്മൾ തൽക്കാലം അദ്ദേഹം മരിച്ചു എന്ന് കണക്കാക്കി കയ്യിൽ ഒരു ബ്ലാക്ക് ടാഗ് കെട്ടി അവിടെ തന്നെ കിടക്കുക. വീണ്ടും തിരിച്ച് നമ്മൾ അടുത്ത രോഗിയിലേക്ക് പോവുക. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത രോഗി ചെയ്യുമ്പോൾ ഇയാൾ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്ര സാധാരണ രീതിയിലാണോ ശ്വാസം എടുക്കുന്നത്, അതല്ല വളരെ ഫാസ്റ്റായിട്ടാണ്, അങ്ങനെ എന്തുകൊണ്ട് ഫാസ്റ്റായിട്ടാണോ ശ്വാസം എടുക്കുന്നത് നോക്കുക. ഇപ്പോൾ ഫാസ്റ്റായിട്ടാണ് ശ്വാസം എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സാധാരണ രീതിയിലല്ല ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നെഞ്ചിന് പരുക്കുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ റെഡ് ടാഗ് കെട്ടി ഏറ്റവും നേരത്തെ തൊറാസിക് സർജറി പോലുള്ള സൗകര്യങ്ങളുള്ള ഏറ്റവും മുന്തിയ ആശുപത്രിയിലേക്ക് ഏറ്റവും നേരത്തെ തന്നെ അതും തന്നെ സാധാരണ ഓട്ടോറിക്ഷയിലല്ല വിടേണ്ടത്, ആംബുലൻസിൽ പറഞ്ഞു വിടുക. അപ്പോൾ ഈ ആൾ ശ്വാസം സാധാരണ പോലെയാണ് എടുക്കുന്നത് ചോദിക്കുക. സാധാരണ പോലെയാണ് എടുക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ രക്തചംക്രമണം എങ്ങനെയുണ്ടെന്ന് നോക്കുക. അതിന് ചെറിയ ഒരു രീതി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഈ കൈയിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കൈ ഇങ്ങനെ ബ്ലാഞ്ച് ചെയ്യുന്നത് കാണാം. ഈ ബ്ലാഞ്ച് ചെയ്തിട്ട് എത്ര സമയം കൊണ്ട് ഇത് തിരിച്ചു വരുന്നുണ്ട് നോക്കുക. ഇങ്ങനെ തിരിച്ചു വരുന്നത് 2 സെക്കൻഡിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായിട്ട് ബ്ലീഡിങ് ഉണ്ട്. അദ്ദേഹത്തിനെ വീണ്ടും നമ്മൾ റെഡ് ടാഗ് കെട്ടി ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് വിടുക. അതല്ല, അദ്ദേഹത്തിൻ്റെ ശ്വാസം സാധാരണ പോലെയാണ്, ഈ ബ്ലാഞ്ചിങ് സാധാരണ പോലെയാണ് എങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കുക. എന്താണ് പേര്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് തലയ്ക്ക് പരുക്കുണ്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് പരുക്കുണ്ട്. അത്തരം ആളുകളെ അഗെയിൻ നമ്മൾ റെഡ് ടാഗ് കെട്ടി ഏറ്റവും അടുത്ത സൗകര്യമുള്ള ന്യൂറോ സർജൻ പോലുള്ള ആശുപത്രിയിലേക്ക് വിടുക. ഇത്രയും ആളുകൾ വിട്ട് കഴിയുമ്പോൾ പിന്നെ തറയിൽ കിടക്കുന്ന ആളുകളെ നമ്മൾ യെല്ലോ ടാഗ് കെട്ടി നെക്സ്റ്റ് വണ്ടിയിൽ തിരിച്ചു വിടുക. അപ്പോൾ താഴത്ത് കിടക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ പിന്നെ അവരുടെ ശ്വാസം സാധാരണ പോലെയാണ്, രക്തചംക്രമണം സാധാരണ പോലെയാണ്. പക്ഷേ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സാധാരണ പോലെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എണീറ്റ് നിൽക്കാൻ പറയുമ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റാത്തത് അത് കാലുകൊണ്ട് ഫ്രാക്ചറോ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറിയോ ആയിട്ടുള്ള കാര്യം കൊണ്ടായിരിക്കാം. അവരെയും നമ്മൾ പിന്നെ മീഡിയം ലെവലിലുള്ള ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രിയിലേക്കോ നമ്മൾ വിടുക. ഇവരെ എല്ലാവരെയും വിട്ടുകഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വിടേണ്ടത് നേരത്തെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ള ഗ്രീൻ ടാഗ് കയറ്റിയിട്ടുള്ള പിന്നെ സംസാരിക്കാൻ കഴിവുള്ള എണീറ്റ് നമ്മളൊപ്പം വന്ന ആളുകളെയാണ്. അവരിൽ പല ആളുകൾക്കും സാധാരണ പ്രഥമ ശുശ്രൂഷ മാത്രമേ ആവശ്യമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും അടുത്തുള്ള ക്ലിനിക്കുകളിലേക്കോ മറ്റ് ഡോക്ടർമാരുടെ അടുത്തേക്കോ വിടുമ്പോൾ ഇത്തരം രീതിയിൽ നമ്മൾ ട്രയാജ് ചെയ്ത് മാസ് കാഷ്വാലിറ്റി പോലുള്ള അവസ്ഥയിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നിങ്ങൾ ആളുകളെ വിട്ടുതരികയാണ്, നമുക്ക് കിട്ടുകയാണെങ്കിൽ റിസോഴ്സസ് ഉള്ള ആശുപത്രിയിൽ ഏറ്റവും ചികിത്സ വേണ്ട രോഗികളെ ചികിത്സിക്കാനും അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ആളുകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്.